ന്യൂസ് കേരള 101.2 AM അഖിലൻ ദോഹ ഖത്തറിലേക്ക് എല്ലാ ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ നിങ്ങളോടൊപ്പം മുബാറക് മങ്കട. ഇന്നത്തെ ഖത്തറയിൽ ഖത്തറിലെ കലാ സാംസ്കാരിക വേദികളിൽ സജീവ സാന്നിധ്യമായ ഒരു വ്യക്തിത്വമാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഖത്തറിലെ കലാ സാംസ്കാരിക പ്രവർത്തകൻ, നടൻ, KMCC കലാസാഹിത്യ വിഭാഗമായ സമീക്ഷയുടെ ചെയർമാൻ എന്നീ നിലകളിലൊക്കെ പ്രശസ്തനായ ഇക്ബാൽ ചേറ്റുവയാണ്. ഇക്ബാൽ ചേറ്റുവയുടെ കലാജീവിതത്തിലൂടെയുള്ള ഒരു യാത്ര, അതാണ് ഇന്നത്തെ ഖത്തറ. എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി ഖത്തറയിലേക്ക് സ്വാഗതം. വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ഇക്ബാൽ ചേറ്റുവയെ അഖിലൻ ദോഹ ഖത്തറയിലേക്ക്. സ്വാഗതം ഇക്ബാൽ. നമസ്കാരം. ഇക്ബാൽ ഖത്തറിലേക്ക് വന്നത് മുതലുള്ള ഒരു കാര്യങ്ങൾ നമുക്ക് ആദ്യം ചോദിച്ചറിയാം. ഇക്ബാൽക്ക് എന്നാണ് ഖത്തറിൽ എത്തിയത്? ഞാൻ 1982 മാർച്ച് 18 ഖത്തറിൽ വരുന്നത്. ഏത് ജോലിയിലാണ് ആദ്യമായിട്ട് പ്രവേശിച്ചത്? അത് പറഞ്ഞ ഒരു ജോലിയും കയ്യിലില്ലാതെ, ശരിക്കും തുറന്നു പറഞ്ഞാൽ കയ്യിൽ മറ്റൊരു വിദ്യാഭ്യാസമോ, SS കഴിഞ്ഞു, കുറച്ച് കഴിഞ്ഞപ്പോ അവിടെ നിന്നിട്ട് പോരാണ്. അപ്പോ കയ്യിൽ മറ്റൊരു കൈത്തൊഴിൽ എന്നൊന്നും പറയാനൊന്നും ഇല്ലാത്തൊരു സമയത്ത് തന്നെയാണ് ഞാൻ ഇവിടെ വരുന്നത്. ഞാൻ അതല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളൊക്കെ ചിലപ്പോ അതിന് ശേഷം വന്നവരായിരിക്കും. എനിക്ക് വേണമെങ്കിൽ ഒരു നുണൊക്കെ പറയാം. MBA എടുത്തിട്ടാണ് വന്നത്, അതൊന്നും ആവശ്യമില്ല. എന്റെ കയ്യിൽ യാതൊരു കൈത്തൊഴിലും ഇല്ലാത്ത ഒരു സാധാരണ പണ്ടൊക്കെ ഗൾഫിൽ എങ്ങനെയാണോ ആളുകൾ വന്നിരുന്നത് അതേപോലത്തെ ഒരു വരവ് തന്നെയാണ് ഞാനും വന്നത്. പിന്നെ ഇവിടുന്ന് പഠിച്ച ഒരു തൊഴിലാണ് കുറെ വർഷങ്ങളോളം ഞാൻ കൊണ്ടുനടന്നത്. ഇവിടെ വന്ന് ടൈലർ പണി പഠിച്ചു, പിന്നെ ടൈലറായിട്ട് ജോലി ചെയ്തു, പിന്നെ സ്വന്തമായിട്ട് ടൈലറിംഗ് സ്ഥാപനങ്ങൾ തുടങ്ങി. അത് പണ്ടൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട് അതിനെ കുറിച്ചിട്ട്. വളരെ വിശദമായിട്ട് ചെയ്ത ബിസിനസ്സുകളൊക്കെ ഞങ്ങളെ ഭാഷയിൽ പറയുകയാണെങ്കിൽ തൃശ്ശൂർ പൂരത്തിനും 7 നിലയിൽ പൊട്ടു എന്ന് പറയും, അതേപോലെ പൊട്ടിയ ബിസിനസ്സുകളായിരുന്നു ആദ്യം ചെയ്തതൊക്കെ. ഇക്ബാൽക്ക് ഖത്തറിൽ വരുമ്പോഴുള്ള ഖത്തറിന്റെ ഒരു അവസ്ഥ ഒന്ന് ചുരുക്കി പറയാമോ? ഇവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു, മലയാളികളൊക്കെ ആ ഒരു കാലത്ത് ജീവിച്ചിരുന്ന രീതികൾ, അതോടൊപ്പം ഈ കലാ സാംസ്കാരിക രംഗത്തുള്ള മലയാളികളുടെ സംഭാവനകൾ, അതൊക്കെ ഒന്ന് ചുരുക്കി വിവരിച്ചാൽ നമ്മുടെ പുതിയ തലമുറക്കും പഴയ തലമുറക്കും അത് കേൾക്കാൻ ഒരു രസമായിരിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വരുമ്പോ അന്നും ദോഹയെ സംബന്ധിച്ച് ദോഹയില്, നാട്ടിലും ദോഹയിലൊക്കെ അറിയപ്പെടുന്ന ഒരുപാട് കലാകാരന്മാര് ദോഹയിലുണ്ടായിരുന്നു. ഇപ്പൊ നാട്ടിലൊക്കെ ശരിക്കും പറഞ്ഞ നാടകമായിട്ട് ബന്ധമുള്ള ജോസഫ് ചേറ്റുപുഴ, അതുപോലെ തൃശ്ശൂർ സേവത്തി, അതൊക്കെ ഇപ്പോഴും ഇവിടെ ഉണ്ട്. AVM ഉണ്ണിക്ക, അങ്ങനെ തന്നെ ഒരുപാട് വ്യക്തികള് നാടകമായിട്ടും കലയൊക്കെ ആയിട്ട് ബന്ധമുള്ള ഒരുപാട് പേര് അന്നും ഇവിടെ ഉണ്ട്. ഞാൻ ഇവിടെ 82 വരുമ്പോ ആദ്യം മദീന ഖലീഫയിലായിരുന്നു. പിന്നെ 83 ദോഹയിൽ ചെല്ലുമ്പോ ഞങ്ങൾ താമസിക്കുന്ന ബിൽഡിങ്ങിന്റെ ഇവിടൊക്കെ താഴെയൊക്കെ ഇങ്ങനെ പോസ്റ്ററുകൾ കാണും. ഇന്നത്തെ പോലത്തെ കളർഫുൾ പോസ്റ്ററൊന്നും അല്ല, നാട്ടിൽ നിന്ന് എങ്ങനെയോ അടിച്ചു കൊണ്ടുവന്നിട്ട് ഒട്ടിക്കുന്ന, വളരെ അതിനൊക്കെ ഇവിടെ വളരെ സ്ട്രിക്റ്റ് ഉണ്ട്. അങ്ങനെ ഒരു നോട്ടീസ് അങ്ങനെ വളരെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് 1-2 നോട്ടീസ് കണ്ടതിൽ ഞാനൊക്കെ നാട്ടിൽ ചെയ്തിട്ടുള്ള സമുദായം, അതേപോലെ തന്നെ വേറൊരു ജോസഫ് ചേറ്റുവിടെ തന്നെ വേറൊരു സംഭവം, നാടകം, അതൊക്കെ ഇവിടെ അന്ന് ഞാൻ വരുമ്പോഴത്തേനും കളിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിലൊക്കെ ഇവരൊക്കെ സജീവമായിരുന്നു. ഉണ്ണിക്കാണെങ്കിലും അല്ലെങ്കിൽ ജനദീനക്കാണെങ്കിലും ജോസഫ് ചേറ്റുപുഴയാണെങ്കിലും അവരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു, അവരൊക്കെ ഇവിടെ സജീവമായിരുന്നു. അന്ന് പലരും അതിൽ ചെയ്തുകൊണ്ടിരുന്നായിരുന്നു. അന്നൊക്കെ ഈ നാടകങ്ങളൊക്കെ അവതരിപ്പിക്കാനുള്ള വേദികൾ അത് ഖത്തറിൽ എത്രത്തോളമായിരുന്നു? എവിടെയൊക്കെയായിരുന്നു അതിന്റെ വെന്യൂ ഒക്കെ ഉണ്ടായിരുന്നു? എന്റെ അറിവ് ശരിയാണെങ്കിൽ കുറെയൊക്കെ നാടകങ്ങൾ ചെയ്തിരുന്നത് ഒരു അമീർ സിനിമ അവിടെ വെച്ചിട്ടായിരുന്നു നാടകം. പിന്നെ MES സ്കൂള്, അത് റയാനിലെ, ഇപ്പോഴത്തെ MES സ്കൂളല്ല, റയാനിലെ, അവിടെയാണ് ഒരുവിധ നാടകങ്ങള്, പ്രേം നസീറൊക്കെ വന്നിട്ട് ഒക്കെ പ്രോഗ്രാമൊക്കെ ഉണ്ടായിട്ടുള്ളത് ഞാൻ പോയി കണ്ടിട്ടുണ്ട്. അതൊക്കെ അന്ന്. അതിന് മുന്നേ ഇവിടെ പ്രോഗ്രാമുകളൊക്കെ ഉണ്ട്. ഇവിടെ സിനിമകൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഇവിടെ പ്രൊജക്ടറിൽ ഒക്കെ കാണിക്കുന്ന ഒരു സ്വഭാവമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. പക്ഷെ വളരെ സ്ട്രിക്റ്റ്, ഇന്നത്തെ പോലെ വളരെ ഓപ്പൺ ഒന്നും ആയിരുന്നില്ല. അന്നൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു കാര്യങ്ങളൊക്കെ. ഇക്ബാൽക്ക് നാടക നടൻ, ടെലിഫിലിം രംഗത്ത് ഇപ്പോ ഒരുപാട് പുതിയ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇക്ബാൽക്കയുടെ അഭിനയ ജീവിതത്തിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. ഇക്ബാൽക്ക ഖത്തറിൽ എത്തിയതിനു ശേഷം ആദ്യമായിട്ട് അഭിനയിച്ച നാടകം ഏതാണ്? ആർക്കു വേണ്ടിയാണ് ആ നാടകം ഇവിടെ കളിച്ചത്? ആ നാടകം 85 ഇന്ത്യൻ അസോസിയേഷനിലെ ഒരു കലാവിഭാഗമായ സർഗസംഗമം എന്ന് പറയുന്ന പെരുന്നാളിന് അവര് ഒരുക്കിയ ഒരു കലാവിരുന്നായിരുന്നു. അതിലായിരുന്നു ആ നാടകം ഉണ്ടായിരുന്നത്. ആശ്രമ വീതിയിൽ പൂക്കൾ വിരിഞ്ഞപ്പോൾ എന്നാണോ അതിന്റെ പേരെന്ന്, എന്റെ പേര് പോലും ശരിക്കും പറഞ്ഞാൽ മറന്നു. 85 അതിൽ ഇതേപോലെ തന്നെ എന്റെ ഒരു സുഹൃത്ത് ജലീൽ വഴിക്ക് ഇങ്ങനെ ഒരു നാടകത്തിന്റെ റിഹേഴ്സൽ നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ നാട്ടിൽ നാടകമൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോ
അദ്ദേഹത്തിന്റെ ക്ഷണപ്രകാരമാണ് ഞാൻ അവിടെ അസോസിയേഷൻ ഓഫീസിൽ എത്തുന്നത്. അങ്ങനെ റിഹേഴ്സൽ ചെയ്തു. എന്നെ അവർക്ക് താല്പര്യമായി. ആ നാടകത്തിൽ മെയിൻ കഥാപാത്രമാണ്, എങ്കിൽ തന്നെ അതൊരു നെഗറ്റീവ് റോളാണ്. അത് ഞാൻ ചെയ്തിരുന്നു. എല്ലാവരും നല്ലോണം അഭിപ്രായമൊക്കെ നല്ല അഭിപ്രായങ്ങളായിരുന്നു ആ നാടകത്തിൽ കിട്ടിയിരുന്നത്. അതിനുശേഷം വീണ്ടും അസോസിയേഷൻ ഒരു നാടകത്തിൽ തന്നെയാണ് വീണ്ടും ചെയ്തത്. പിന്നീട് ഒരു ചരിത്ര നാടകമായിരുന്നു ഉമർ ബിൻ അബ്ദുൽ അസീസിനെ കുറിച്ചിട്ടുള്ള ഒരു നാടകം. അങ്ങനെ ആ 3 നാടകം ഒരുമിച്ച് ചെയ്തത് 3 നാടകം അസോസിയേഷന് വേണ്ടിയിട്ട് ചെയ്തായിരുന്നു. ഒരുപാട് പേര് പുറത്തുനിന്നുണ്ടായിരുന്നു. അസോസിയേഷൻ മെമ്പർമാർ മാത്രമല്ല, പലരും പുറത്തുനിന്നുണ്ടായിരുന്നു. ICRC എന്നാണ് അതുമായിട്ട് ഇക്ബാൽ കേഡർ സഹകരണം വരുന്നത്. അത് ഞാൻ പറയുന്നത്, ഞങ്ങൾ ആദ്യം നാടകം ചെയ്തത് പിന്നീട് ICRC ആയി മാറിയ അതേ സ്ഥലം അന്നൊരു ക്ലബ്ബായിരുന്നത്, അറബിക് ക്ലബ്ബായിരുന്നു, അൽ നജാദ ക്ലബ് എന്ന മറ്റോ എന്തായാലും പേര്. അവിടെ വെച്ചിട്ടാണ് ഞാൻ ആദ്യം നാടകം ചെയ്തത്. പിന്നീട് അതൊരു ഇറാനിയൻ സ്കൂളോ മറ്റോ ആയി മാറി. അതിനുശേഷമാണ് ICRC വരുന്നത്. ICRC വന്നതിന് ശേഷം അതിന്റെ ഒരു ആർട്ട് വിഭാഗം ഉണ്ടാക്കുകയും പിന്നെ ICRC ചെയർമാൻ നിങ്ങൾക്ക് അറിയുന്ന സേർ ബഷീർ, അദ്ദേഹത്തിന് കലയും സാഹിത്യവും സാംസ്കാരിക പ്രവർത്തനമൊക്കെ വളരെ സജീവമുള്ള ഒരു മനുഷ്യനാണ്. അപ്പൊ ഞങ്ങൾക്ക് ICRC പൂർണ്ണമായിട്ടും അതിനൊരു മാനേജ്മെന്റ് മറ്റൊക്കെ ഉണ്ടെങ്കിൽ പോലും ഞങ്ങൾക്കത് പൂർണ്ണമായിട്ടും അതിന്റെ കലാവിഭാഗം വിട്ടു തന്നു. അപ്പൊ നമുക്ക് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാനൊരു അന്ന് ദോഹയില് ഇത്രയും സൗകര്യമുള്ള സ്ഥലം കിട്ടിയപ്പോ നമ്മളിവിടെ ഉള്ള പല കായിക രംഗത്തൊക്കെ അറിയപ്പെടുന്ന എല്ലാവരും ഒരു കൂട്ടായ്മയായിട്ട് ICRC ആർട്ടിവിംഗ് ഉണ്ടാക്കി. അത് ശരിക്കും പറഞ്ഞാൽ അതൊരു സംഘടന ഒന്നായിരുന്നില്ല, അതൊരു കുടുംബ ബന്ധം പോലെ ആയിരുന്നു. ഇവിടെ എഴുതാൻ അറിയുന്നവര്, പാടാൻ അറിയുന്നവര്, പാടി ഇന്നിവിടെ ദോഹയില് അറിയപ്പെടുന്ന പല കലാകാരന്മാരും കലാകാരികളും, പ്രത്യേകിച്ച് പാട്ടിന്റെ രംഗത്തൊക്കെ അവരൊക്കെ പാടി തുടങ്ങിയത് വേണമെങ്കിൽ ICRC ആർട്ടിവിംഗ് എന്നും ICRC എന്നും പറയാം. പേരൊന്നും ഞാൻ പറയുന്നില്ല. ഈ അടുത്ത് ബ്രഹ്മാനന്ദന്റെ മകൻ രാകേഷ് ബ്രഹ്മാനന്ദൻ ഇവിടെ വന്നപ്പോ രാകേഷ് പറയണ്ടായി, അച്ഛൻ ICRCയിൽ ഇവിടെ കുറച്ച് എത്ര മാസങ്ങളോളം 6 മാസങ്ങളോടെ ക്ലാസ് എടുക്കാൻ പ്രത്യേക സാഹചര്യത്തിലൂടെ ഉണ്ടായിരുന്നു, ICRC ആയിട്ട് സഹകരിച്ചുണ്ടായിരുന്നു. അതേപോലെ ICRCയിൽ ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടുത്തെ ഖത്തറിലെ കല എന്നുള്ള മേഖല എടുക്കുമ്പോൾ ആദ്യമായിട്ട് മുൻപന്തിയിൽ വരുന്ന ഒരു കൂട്ടായ്മയായിരുന്നു ICRC. ഇപ്പോ ICRCയുടെ പ്രവർത്തനം എന്താണ്? ഇനിയും അത് പുനരുദ്ധരിപ്പിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ടോ? എന്താണ് അതിനെ കുറിച്ച് ഇക്ബാൽക്ക് പറയാനുള്ളത്? ICRC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സമാന മനസ്കരായ ഒരു 5-10 പേര് അവര് ഫൈനാൻസ് ചെയ്തിട്ട് എടുത്തൊരു സംഭവമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും സൗകര്യമുള്ളൊരു എന്താ പറയാ പുറത്തൊരു ഗ്രൗണ്ട്, അതിനകത്ത് 3-4 റൂമുകൾ, ഓഡിറ്റോറിയങ്ങൾ, അതൊക്കെ ഉണ്ടായിരുന്നു. വലിയൊരു ഇതായിരുന്നു, വലിയൊരു സംഭവമായിരുന്നു. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ഉപയോഗപ്പെടുത്താൻ നമ്മൾക്ക് കഴിഞ്ഞില്ല, പ്രത്യേകിച്ച് മലയാളികൾക്ക് കഴിഞ്ഞില്ല എന്നുള്ളത്. അത് വന്നപ്പോ പിന്നെ അതിനെ പാര വെക്കാനാണ് ഒരു വിഭാഗം ക്ഷമിച്ചത്. ഇത്രയും വലിയ സ്ഥാപനം അത് ഇന്നവരെ കയ്യിലൊക്കെ എടുക്കുകയോ എന്നിട്ട് അങ്ങനെ ഒരു, പക്ഷെ അതൊന്നും ഞങ്ങളെ ആർട്ടിവിങ്ങിനെ ബാധിച്ചിരുന്നില്ല. ഞങ്ങൾക്ക് അറിയായിരുന്നു അവിടെ അങ്ങനെ ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെ ഒന്ന് കല വളർത്താൻ കുട്ടികൾക്ക് യാതൊരു സംഗീതം പഠിക്കാനോ മറ്റുള്ള രൂപത്തിലോ ഒന്നും ഇവിടെ ഒരു വഴിയില്ല എന്ന് പറഞ്ഞപ്പോ അന്ന് ഈ പറഞ്ഞ പോലെ SM ബഷീറിന്റെ ഇതിലാണ് വടകരയിൽ നിന്നും മറ്റൊക്കെ 5 അന്ന് അറിയപ്പെടുന്ന കലാകാരന്മാര്, തബലിസ്റ്റ്, ഓർഗൻ വായിക്കാന് അവരൊക്കെ കൊണ്ടുവന്നു. ഒരു കുട്ടി പോലും അവരെ ക്ലാസ്സിന് ചേർന്നില്ല. അതേപോലെ ബ്രഹ്മാനന്ദ മാഷ നേരത്തെ കാര്യം പറയാം, അദ്ദേഹം 6 മാസം ഇവിടെ ഉണ്ടായിരുന്നു. അതിലും കുട്ടികൾ ക്ലാസ്സിനായിട്ട് വരുന്നൊക്കെ പ്രതീക്ഷിച്ച് 1-2 കുട്ടികൾ 1 മാസം 2 മാസമൊക്കെ വന്നിരുന്നല്ലാണ്ട് മാഷ ക്ലാസ്സിനായിട്ട് ആരും വന്നില്ല. ഈ സമയത്താണ് നമ്മുടെ ഗിറ്റാർ വായിക്കുന്ന പ്രമോദ് മാത്രമേ ഇവിടെ പെർമനന്റ് ആയത്, മറ്റുള്ളവരൊക്കെ ഇവിടുന്ന് പോയി. അവരൊക്കെ അന്നത്തെ സമയത്ത് വടകരയിലും കണ്ണൂരൊക്കെ അറിയപ്പെടുന്ന കലാകാരന്മാരാണ്. അങ്ങനത്തെ ഏറ്റവും ബെസ്റ്റായ ആളുകളാണ് കൊണ്ടുവന്നത്. പ്രമോദിനെ തന്നെ അറിയാലോ, പ്രമോദ് ഗിറ്റാറിസ്റ്റ് മാത്രമല്ല, അയാളുടെ സൗണ്ട് എഞ്ചിനീയറാണ്. പിന്നെ മറ്റു പല കാര്യങ്ങളും അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ എന്റെ ഒരു ഗുരുവാണ്. ഞാൻ കുറച്ചു കാലമൊക്കെ അദ്ദേഹത്തിന് കൂടെ ഗിത്താർ പഠിക്കാൻ വേണ്ടി പോയി. അപ്പൊ അത് ഇവിടുത്തെ ഒരു മാന്യൻ അത് കണ്ടുവന്നപ്പോ എന്നോട് ചോദിക്കുകയാണ്, ഈ വയസ്സ് സമയത്താ പഠിക്കുന്നത്. അപ്പൊ അതാണ് ഇവിടുത്തെ ഒരു അന്നത്തെ ജനങ്ങളെ ആറ്റിറ്റ്യൂഡ്. ഇക്ബാലെ കുറിച്ച് ഇപ്പൊ ഈ അടുത്ത ദിവസങ്ങളില് വാർത്താ മാധ്യമങ്ങളിലൊക്കെ വായിക്കണ്ടായി, ഇക്ബാൽക്ക സംവിധാനം ചെയ്ത ഒരു ആൽബം, മാപ്പിളപ്പാട്ട് ഗാനങ്ങൾ ഉൾപ്പെട്ട ഒരു ആൽബം ദിൽരൂബ എന്ന പേരിൽ ഈ കഴിഞ്ഞ ആഴ്ച ദോഹയിൽ റിലീസ് ചെയ്യുകയുണ്ടായി. എന്താണ് ആ ഗാനത്തെ കുറിച്ചിട്ട് ഇക്ബാൽക്ക് പറയാനുള്ളത്? അതിപ്പോ ശരിക്കും പറഞ്ഞാൽ അത് ഓരോരുത്തർ കേട്ടിട്ട് വിലയിരുത്തേണ്ടതാണ്. പ്രത്യേകിച്ച് ഞാനും കൂടി അതിലൊരു ഭാഗമൊക്കെ ആയതുകൊണ്ട് ഞാനത് സംവിധാനം എന്ന് പറയുന്നതിനേക്കാളും നല്ലത് അത് നിർമ്മിച്ചത് ഞാനാണെന്ന് പറയാം. അതിന്റെ രചന ഇവിടെ അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരിയുണ്ട്, നജിമ നസീർ എന്ന് പറഞ്ഞിട്ട്, യൂസഫ് അലി കേച്ചേരിയുടെ ഒക്കെ കുടുംബത്തിൽപ്പെട്ട അവരെ പരിചയപ്പെടുന്നതും ഇതുപോലെ ICRC ആർട്ടിവിങ്ങിലാണ്. ഞങ്ങളിവിടെ സ്ഥിരം ഓരോ പരിപാടികൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ചെയ്തിരുന്നു. കഥാ മത്സരം, കവിതാ മത്സരങ്ങള്, കുട്ടികൾക്ക്
അപ്പൊ ഒരിക്കൽ കവിതാ മത്സരം അനൗൺസ് ചെയ്തപ്പോൾ അതിൽ കവിത അവതരിപ്പിക്കാനായിട്ട് വന്നതാണ് അവര്. പിന്നീടാണ് അവരെ പരിചയപ്പെടുന്നത്. അപ്പൊ അവരെ അന്ന് അവതരിപ്പിച്ച കവിതയെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ കവിതയായിട്ട് ബന്ധമുള്ള ആളുകൾ പറഞ്ഞപ്പോൾ അവർ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഒരു സമയത്ത് ഒരു 5-6 വർഷമായി ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ കാസറ്റ് നിർമ്മിച്ചു വെച്ചിട്ട് അന്ന് ഒരു നമുക്കറിയാലോ മാപ്പിളപ്പാട്ട് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് നമുക്ക് പറയുന്നതിൽ ക്ഷമിക്കണം ഒരു ചവറ് സാധനങ്ങൾ ഇറങ്ങിയപ്പോ അപ്പൊ നെജുമോൻ ഒക്കെ ആയിട്ട് ഞാൻ ഡിസ്കസ് ചെയ്താണ് നമുക്ക് കുറച്ച് നല്ല പാട്ടുകൾ എഴുതി തരും നമുക്കത്. അങ്ങനെ നെജുമോനേറ്റം 8 പാട്ടും എഴുതിയിട്ടുള്ളത്. നമ്മുടെ ഒരു ഹംസ വളാഞ്ചേരി അദ്ദേഹം ഒരിക്കലും വന്നപ്പോ അദ്ദേഹം ഡിസ്കസ് ചെയ്തു. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാൻ അതിന്റെ ചുമതല മുഴുവനായിട്ടുണ്ട്. അതില് കണ്ണൂർ ഷെരീഫ് പാടിയിട്ടുണ്ട്, എം എ ഗഫൂർ പാടിയിട്ടുണ്ട്, മഞ്ചേരി പാടിയിട്ടുണ്ട്. അപ്പൊ അവരൊന്നും ഞാൻ ഡയറക്റ്റ് ബന്ധപ്പെട്ടിട്ടൊന്നുമില്ല. അവരെല്ലാവരും അറേഞ്ച് ചെയ്തു. മൊത്തം അതിന് വേണ്ട ഒരു കോസ്റ്റ് ഞാൻ ഹംസക്ക് അയച്ചു കൊടുത്തു. ഹംസ കംപ്ലീറ്റ് അത് കാസറ്റ് ആക്കിയിട്ട് ഒരു സമയത്ത് ഞാൻ നാട്ടിൽ ചെന്നപ്പോ എനിക്കത് കൊണ്ടുവന്ന് തരുകയും ചെയ്തത്. അത് പിന്നീട് ഇറക്കാൻ ഒരുപാട് നേരം വഴി. ഏതായാലും ഇക്ബാൽ ഖാന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഇക്ബാൽ ഖയുടെ നിർമ്മാണത്തിലുള്ള ബിൽറുബ എന്നുള്ള ആൽബത്തിലെ മഞ്ചേരി പാടിയൊരു ഗാനം നമുക്ക് കേൾക്കാം. ആ ഗാനത്തിന് ശേഷം ഇക്ബാൽ ഖയുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺ വിത്ത് us. കുട്ടികളെല്ലാം സ്കൂൾ തുറന്നതിന്റെ സന്തോഷത്തിലാണ്. കുട്ടികൾ മാത്രമല്ല പേരൻസും സന്തോഷത്തിലാണ്. കാരണം അൽ റവാബി ഔട്ട്ലെറ്റുകളിൽ ബാക്ക് ടു സ്കൂൾ പ്രൊമോഷൻ നടക്കുക. സ്കൂൾ ബാഗ്, വാട്ടർ ബോട്ടിൽ, യൂണിഫോം, നോട്ട് ബുക്സ്, ഇൻസ്ട്രുമെന്റ് ബോക്സ്, ടിഫിൻ ബോക്സ് എന്ന് തുടങ്ങി എല്ലാ ബാക്ക് ടു സ്കൂൾ പ്രോഡക്ട്സും ഏറ്റവും മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ഖത്തറിലെ അൽ റവാബി ഔട്ട്ലെറ്റുകളിൽ നിന്ന് വാങ്ങിക്കാം. ഇന്ന് തന്നെ സന്ദർശിക്കൂ ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റ് കർത്തിയാൽ, ഗ്രാൻഡ് ഷോപ്പിംഗ് സെന്റർ അബു ഹമൂർ, അൽ റവാബി ഫുഡ് സെന്റർ അൽ റയാൻ, ദോഹ റവാബി ഫുഡ് സെന്റർ വക്ര ആൻഡ് മാസ് ഷോപ്പിംഗ് സെന്റർ ഷാഫി റോഡ് അൽ റയാൻ. വെൽക്കം ബാക്ക് ഡിയർ ലിസണേഴ്സ്. ഇന്നത്തെ ഖത്താറയിൽ നമ്മോടൊപ്പം ഉള്ളത് ഖത്തറിലെ കലാ സാംസ്കാരിക പ്രവർത്തകൻ ഇക്ബാൽ ചേറ്റുവയാണ്. ഇക്ബാൽ കെയുടെ കലാജീവിതത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇക്ബാൽ കെയുടെ ഈ കലാജീവിതത്തിന്റെ തുടക്കം
ഇക്ബാൽക്ക ഖത്തറിന് വരുന്നതിന് മുമ്പുള്ളപ്പോൾ കുറച്ച് നാടകങ്ങളൊക്കെ ചെയ്തു എന്ന് ആ സമയത്ത് പറയണ്ടായി. ഈ ചെറുപ്പം മുതലേ ഈ ഒരു കലാരംഗമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ടത്? ഇക്ബാൽക്കയുടെ കുടുംബത്തില് മറ്റു കലാകാരന്മാരെങ്കിലും ഉണ്ടോ? എന്റെ കുടുംബത്തില് ഇതുപോലെ നാടകവും അതല്ലെങ്കിൽ മറ്റുള്ള രൂപത്തിലൊക്കെ ആളുകളൊന്നുമില്ല. ചെറുപ്പത്തില് ഒക്കെ എന്റെ ഉമ്മൊക്കെ പാട്ട് പാടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അതല്ലാതെ നാടകമായിട്ടൊന്നും ബന്ധമല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കലാജീവിതത്തിലേക്കുള്ള വരവ് പറയുമ്പോൾ എന്റെ രാഷ്ട്രീയ ജീവിതം കൂടി പറയേണ്ടതായിട്ട് വരും. ഞാൻ ഒട്ടും പഠിക്കുന്ന സമയത്തൊക്കെ സ്കൂൾ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നല്ലാതെ ഒരു വ്യക്തമായിട്ട് രാഷ്ട്രീയം. പക്ഷെ എന്റെ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അറിയപ്പെടുന്ന കോൺഗ്രസ്സുകാരും മാർക്സിസ്റ്റുകാരും ഉള്ളൊരു കുടുംബമാണ്. അതിൽ നിന്ന് ഞാനെങ്ങനെ ഇപ്പൊ ഞാൻ പ്രവർത്തിക്കുന്ന നേരത്തെ സൂചിപ്പിക്കുന്നുണ്ടായി സമീക്ഷയുടെ ചെയർമാൻ, അതായത് തികച്ചും KMCC എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന്റെ ഒരു പോഷക സംഘടന പ്രവർത്തിക്കും. അപ്പൊ ഞാൻ എങ്ങനെ മുസ്ലിം ലീഗുകാരായിരുന്നു പലരും എന്നോട് ചോദിക്കാറുണ്ട്. ശരിക്കും പറഞ്ഞു ഞങ്ങളൊരു ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ വീടിന്റെ അപ്പുറത്തുള്ള ഒരു പ്രാദേശിക ക്ലബ്ബുണ്ട്, ഇപ്പോഴും ആ ക്ലബ്ബുണ്ട്. 10-50 വർഷത്തോളം ആ ക്ലബ്ബ് ചെയ്തു. അപ്പൊ അതിന്റെ ജനറൽ സെക്രട്ടറി പാർട്ടിക്ക് ക്ഷണിക്കാനാണ് ശരിക്കും വരുന്നത്. ഞാൻ കണക്ക് കൂട്ടുന്നത് എനിക്ക് ആ ക്ലബിൽ അംഗമായി കഴിഞ്ഞാൽ എനിക്ക് എന്റെ മനസ്സിലുള്ള അന്ന് അവിടെ എല്ലാ വർഷവും അതിന് വാർഷികം നടത്തുമായിരുന്നു, നാടകം ഉണ്ടാവും, മറ്റു കലാപരിപാടി. അപ്പൊ എന്റെ കലാജീവിതം മെച്ചപ്പെടുത്താമെന്ന് കരുതിയിട്ടാണ് ഞാൻ അതിൽ ചേരുന്നത്. പക്ഷെ അത് ചേരുന്നത് ലീഗിലാണെന്ന് ശരിക്കും പറഞ്ഞാൽ അന്ന് എനിക്കറിയില്ല. പിന്നീട് അത് ഞാൻ ലീഗുകാരനായി നിന്നിട്ട് അവിടെ വീട്ടിലൊക്കെ അറിഞ്ഞ് കാരണന്മാരൊക്കെ അറിഞ്ഞപ്പോ അത് വലിയൊരു വിപ്ലവമായി. അപ്പൊ എനിക്ക് തോന്നി എന്നാ പിന്നെ അവിടെ തന്നെ സ്ഥിരമായി നിൽക്കുക. അങ്ങനെയാണ് എന്റെ ശരിക്കും പറഞ്ഞാൽ കലാജീവിതത്തിലേക്കുള്ള വരവ്. പക്ഷെ ആ ക്ലബിൽ ഞാൻ നാട്ടിലുള്ളപ്പോ തന്നെ പല നാടകങ്ങളിൽ ഈ സമുദായമൊക്കെ ഞാൻ നാട്ടില് ഞങ്ങൾ ക്ലബ്ബ് ചെയ്തപ്പോൾ ഞാൻ അതിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ സർഗക്ഷേത്രം അതൊക്കെ ഇവിടെ ചെയ്ത് ഖത്തറിൽ ഞാൻ വരുമ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ള നാടകങ്ങളൊക്കെ അതൊക്കെ അന്ന് നാട്ടില് ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മറ്റു പല പരിപാടികളും നാട്ടിൽ നിന്ന് ചെയ്തതിന് ശേഷമാണ് ആ ഒരു സ്റ്റേജിൽ കയറുന്ന ആ ഒരു സഭാകമ്പമൊക്കെ ഉണ്ട്, അതൊക്കെ വിട്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷെ ഇവിടെ വന്നിട്ട് ആര് ബന്ധപ്പെട്ടെന്ന് അറിയാത്തത് കൊണ്ടാണ് ഞാൻ 82 മുതൽ 85 വരെ ഇങ്ങനെ എന്താ പറയാ മൗനം ചെയ്തിരുന്നത്. പിന്നെ മാത്രമല്ല എനിക്ക് അറിയാത്തൊരു തൊഴിൽ ഞാൻ അതിൻ്റെ പഠിച്ചുണ്ടാക്കി ചെയ്യൊക്കെയാണ്. അങ്ങനെയൊക്കെ ആയിട്ട് സൈലന്റ് ആയതാണ്. പിന്നെ 85 മുതല് ഞാൻ സജീവമാണ് ആ നാടകം മുതൽ. പിന്നീട് ആർട്ടിങ് വന്നപ്പോ ഞങ്ങൾ ചെയ്യാത്ത ഒരു പ്രോഗ്രാമുകളില്ല. നാടകമാണെങ്കിലും അന്ന് അതിന് ഒരുപാട് പേരുണ്ടായിരുന്നു നാടകക്കാരുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഒരുപാട് ഈ നാടൻ കലയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ചിത്രീകരണങ്ങൾ ഒക്കെ അതിന്റെ ഞങ്ങൾക്ക് സൗകര്യം ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഗ്രൗണ്ടിനെ കുറിച്ച് അന്വേഷിക്കേണ്ട അല്ലെങ്കിൽ സ്റ്റേഡിയത്തിനെ കുറിച്ച് അന്വേഷിക്കേണ്ട അങ്ങനെയൊക്കെ ഉള്ള ഒരു സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് ഞങ്ങൾ പ്രോഗ്രാം ചെയ്ത് കൊടുത്താൽ മതി. ഈ ചേറ്റുവ എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഒരു പ്രദേശമാണല്ലോ അല്ലെ? എന്താണ് ഇക്ബാൽക്കക്ക് ആ ചേറ്റുവ ഗ്രാമത്തെ കുറിച്ച്? ഇക്ബാൽക്ക് ഇപ്പോ കുറെ കാലമായിട്ട് ഇവിടെ ഇടക്ക് നാട്ടില് വെക്കേഷന് പോകും. ഇക്ബാൽക്ക് വന്ന സമയത്തുള്ള ചേറ്റുവയും ഇപ്പോ ഇക്ബാൽക്ക് കാണുന്ന ചേറ്റുവയും തമ്മിലുള്ള ഒരു മാറ്റം എന്താണ്? ഞാൻ വരുമ്പോഴും അതൊരു ഗ്രാമപ്രദേശം തന്നെയാണ്. ഇപ്പോഴും അതൊരു വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാതെ ഒരു ഗ്രാമമായിട്ട് തന്നെ ആ ഗ്രാമത്തിന്റെ ശുദ്ധിയും അതല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ചെറിയ ചെറിയ ബിൽഡിങ്ങുകൾ അതല്ലെങ്കിൽ ഓലപ്പേരുണ്ടായിരുന്നിടത്തൊക്കെ വാർപ്പ് വീടായി. അതിപ്പോ കേരളത്തിലെ എല്ലായിടത്തും ഉള്ളൊരു സംഭവം. അതല്ലാതെ ഒരുപാട് തിക്കും തിരക്കൊക്കെ ഉള്ള ജനങ്ങള് അതല്ലെങ്കിൽ മറ്റു എന്തെങ്കിലും സ്പർദ്ധകൾ ഒന്നുമില്ല. അവിടെ ഞങ്ങൾ ചേറ്റുവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ക്രിസ്ത്യൻസ് ചേറ്റുവ എന്ന് പറഞ്ഞ പ്രദേശത്തല്ല, അതിന്റെ അപ്പുറത്തുള്ള സ്ഥലത്താണ് ഉള്ളത്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും തിങ്ങി പാർക്കുന്ന സ്ഥലമാണ് ചേറ്റുവ. ഇന്ന് വരെ എന്റെ ഓർമ്മയിൽ ഞാൻ കേട്ടിട്ട് പോലുമില്ല. ഇപ്പൊ ഞാനിവിടെ ഏകദേശം 32 വർഷം കഴിഞ്ഞു. അതിന് മുന്നാണെങ്കിലും ഇപ്പോഴാണെങ്കിലും അവിടെ മറ്റൊരു സ്പർദ്ധകളൊന്നും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ട്. പക്ഷെ അത് അവിടെ അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ദൈവാനുഗ്രഹിച്ചിട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല ചേറ്റുവ നടപടി. പിന്നെ ഒരുപാട് അറിയപ്പെടുന്ന മഹാന്മാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ചേറ്റുവ പരീക്കുട്ടിയെ കുറിച്ച് അറിയാലോ. അതേപോലെ തന്നെ ഞങ്ങളുടെ നാട്ടിലെ VS കാർലിയൻ, അതിനേക്കാൾ ഉപരി നിങ്ങൾ അറിയുന്ന രാമു കാര്യമായിട്ട് അതൊക്കെ ഞങ്ങൾ അയൽവക്കക്കാരും ചേറ്റുവക്കാരും. അതുപോലെ വേലായുധ പണിക്കശ്ശേരി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇബിനുവത്തുത്തനെ കുറിച്ച് എന്താ പറയാ കേരളത്തിൽ ഇബിനുവത്തുത്ത കണ്ട കേരളം എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റോറി അതാണ് തോന്നുന്നത്. അതിന്റെ പേരങ്ങനെയാണ് തോന്നുന്നത്. അത് എഴുതിയിട്ട് പുള്ളിക്ക് സാഹിത്യ അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള. പക്ഷെ പിന്നെ അബ്ദുൽ ഖാദർ മാഷ് അദ്ദേഹം ഈ രചനയിലൊക്കെ ഒരുപാട് സഹായങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് വേലായുധ പണിക്കശ്ശേരിയൊക്കെ എഴുതിയിട്ടുണ്ട്. ചേറ്റുവയുടെ അടുത്ത് തന്നെ ഞങ്ങളുടെ പഞ്ചായത്തിൽപ്പെട്ട ആളുകളാണ് അവരൊക്കെ. ഒരുപാട് KMCC പോലുള്ള ഒരു സംഘടനയില്ലേ ഇപ്പോ ഇവിടുത്തെ കലാ സാംസ്കാരിക ജീവകാരുണ്യ മേഖലയിലൊക്കെ ശ്രദ്ധേയമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു സംഘടനയാണ്. നമുക്ക് നിസ്സംശയം പറയാൻ കഴിയുന്ന ഒരു സംഘടനയാണ് KMCC ഖത്തർ. ഈ KMCC ഖത്തർ ഇക്ബാൽക്കയുടെ കലാജീവിതത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടില്ലേ? തീർച്ചയായിട്ടും. ഇക്ബാൽക്ക KMCCയുടെ ഏതൊക്കെ നേതൃസ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്? അറിയാലോ, 2 വർഷം കൂടുമ്പോഴാണ് അവിടെ പുതിയ തെരഞ്ഞെടുപ്പുകളൊക്കെ ഇലക്ഷൻ വരുന്നത്. ഞാനൊരു 3 തവണ അടുപ്പിച്ച് സെക്രട്ടറിയേറ്റ് തെരഞ്ഞെടുത്തിട്ടുണ്ട്.
എസ് എ ബഷീർ, പാറക്കൽ അബ്ദുള്ള, അങ്ങനത്തെ ഒരു ടീമാണ് അവിടെ അതിന്റെ ഹെഡിലുണ്ടായിരുന്നത്. പക്ഷെ അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ആയിട്ട് കുറച്ച് ബന്ധമുള്ള ആളുകളാണ്. അതല്ലാതെ വെറൊരു എന്താ പറയാ അങ്ങനെ ഒരു ഡിസ്കഷൻ ഈ കലയും മറ്റൊക്കെ ആയിട്ട് ഒരുപാട് ബന്ധങ്ങളുണ്ട്. ഞാൻ ഒരിക്കൽ ഇവിടെ ഒരു നാടകത്തില് ഒരു പൊട്ട് തൊട്ടിട്ട് ഒരു വേഷം ചെയ്യണ്ടായിട്ട് വന്നു ഖത്തറില്. അപ്പൊ അതൊക്കെ വലിയ ഒച്ചപ്പാട് അറിയാലോ. ഇപ്പൊ ക്യാമ്പസിൽ എല്ലാവരും ഉണ്ടാവും, ഇന്നത്തെ പോലെ അല്ല, അന്ന് ഒക്കെ വളരെ ബഹളങ്ങളൊക്കെ ഉണ്ടായ ഒരു സംഭവം വരുന്നത്. പക്ഷെ എന്റെ വിവരണം കേട്ടപ്പോഴും അത് കൂടാതെ തന്നെ അത് എസ്ഐമും അതുപോലെ പാറക്കലൊക്കെ അതിന്റെ രൂപത്തിൽ അത് പറഞ്ഞു മനസ്സിലാക്കിയപ്പോ അത് അങ്ങനെ അത് ഇല്ലാതായി പോയി. അങ്ങനെ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളൊന്നും ഞാൻ പറഞ്ഞു എനിക്ക് എല്ലാവരായിട്ടും ബന്ധപ്പെടണം. പിന്നെ ഞാൻ പൊട്ടു തൊട്ടിട്ടുള്ളത് എന്റെ നെറ്റിയിലാണ്, അതല്ലാണ്ട് എന്റെ മനസ്സിലല്ല. ഇനിയിപ്പോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാനും അതിന് ഒഴിഞ്ഞു മാറി. പിന്നീട് ഞാൻ ഒരുപാട് വേഷം ഇവിടെ തന്നെ ഓരോ ഓണാകുമ്പോഴത്തേക്കും ഞാൻ ചെയ്തിട്ടുണ്ട്. മഹാബലിയുടെ വേഷം ചെയ്തിട്ടുണ്ട് പല സംഘടനയ്ക്ക് വേണ്ടിയിട്ട്, ക്രിസ്ത്യൻ പള്ളിക്ക് വേണ്ടിയിട്ട്, അതുപോലെ പല സംഘടനകൾക്ക് വേണ്ടിയിട്ട്. അവരാദ്യം വിളിക്കുക തന്നെയാണ്. പിന്നെ ഇപ്പൊ ഇവിടെ എല്ലാവരും മഹാബലിയൊക്കെ അവരായതുകൊണ്ട് അപ്പൊ ഇപ്പോഴും എന്നെ കാണുമ്പോ ഇപ്പൊ നമ്മുടെ ഗൾഫ് ടൈംസിലെ രമേഷ് മാത്യു വരെ കഴിഞ്ഞ ദിവസം എനിക്ക് മെസ്സേജ് വിട്ടിരുന്നു. ഞങ്ങൾക്ക് മറക്കാൻ കഴിയാത്തൊരു കഥാപാത്രമല്ല ഞങ്ങൾ മഹാബലി, എപ്പോഴും അതിനെ കുറിച്ചൊക്കെ പറയും. അപ്പൊ ഞാൻ ചെയ്തൊരു കഥാപാത്രം അത് ഏത് വേഷമായാലും ജനങ്ങളുടെ മനസ്സിൽ ഒന്നും നിൽക്കുന്നുണ്ടല്ലോ. തീർച്ചയായും ഇക്ബാൽക്കയുടെ ദിൽറുബ ആൽബത്തിലെ കണ്ണൂർ ഷരീഫ് പാടിയ ഒരു ഗാനത്തിന് ശേഷം നമുക്ക് വീണ്ടും തിരിച്ചു വരാം. കാരുണ്യക്കടലേ കനിവിൻസമായേ കാരുണ്യം ചൊരിയണമേ എന്നെ കാത്തരുളേണമേ. കാലങ്ങളായി ഞാൻ ചെയ്തൊരു പാവങ്ങൾ കഴിവായി സഹോരാക്കണേ എന്നെ മറോസ് നിറയ്ക്കണമേ. കാരുണ്യക്കടലേ കനിവിൻസമായേ കാരുണ്യം ചൊരിയണമേ എന്നെ കാത്തരുളേണമേ. മാലിക്കും നീയേ സർവസ്തുതിയും നിനക്ക് റബ്ബേ. വാഹിദും നീയേ അഹദും നീയേ സുബ്ഹാനേ എന്നെ തുണയ്ക്ക് റബ്ബേ. അഴലിന്റെ അലയെ തുഴയുന്ന എന്നെ അളവറ്റ അലിവാൽ കരകേറ്റ റബ്ബേ. അഴലിന്റെ അലയെ തുഴയുന്ന എന്നെ അളവറ്റ അലിവാൽ കരകേറ്റ റബ്ബേ. കാരുണ്യക്കടലേ കനിവിൻസമായേ കാരുണ്യം ചൊരിയണമേ എന്നെ കാത്തരുളേണമേ. വെൽക്കം ബാക്ക് ഡിയർ ലിസണേഴ്സ്. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഖത്തറിലെ കലാസാംസ്കാരിക പ്രവർത്തകൻ, നടൻ എല്ലാമായ ഇക്ബാൽ ചേറ്റുവിയാണ്. അദ്ദേഹത്തിന്റെ കലാരംഗത്തുള്ള വിശേഷങ്ങളാണ് നമ്മൾ അഹ്ലുൽ ദോഹ ഖത്തറിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇക്ബാൽക്ക ചെയ്ത കുറച്ച് വേഷങ്ങളെ കുറിച്ച് പറയണ്ടായി. ഇപ്പൊ ഈ അടുത്തായിട്ട് കുറച്ച് ടെലിഫിലിമുകളൊക്കെ വിവിധ വേഷങ്ങൾ, പ്രത്യേകിച്ച് ഞാൻ ഒന്ന് രണ്ട് ഫോട്ടോസ് കണ്ടത് ഓർക്കുന്നു. ഇക്ബാൽക്കയുടെ ഒരു ഹാജിയാർ വേഷമൊക്കെ, പിന്നെ ദോഹയിൽ നടന്ന ഒന്ന് രണ്ട് നാടകങ്ങളിലും വളരെ പ്രമുഖമായിട്ടുള്ള റോളുകൾ ഇക്ബാൽക്ക നിർവഹിച്ചിട്ടുണ്ട്. ശ്രദ്ധേയമായ വേഷങ്ങളെ കുറിച്ച്, ഇക്ബാൽക്ക അഭിനയിച്ച വേഷങ്ങളെ കുറിച്ച് ഒന്ന് ചുരുക്കി ഒന്ന് പറയാം. നേരത്തെ പറഞ്ഞ ആ ഹാജിയാരെ വേഷം ചെയ്തത് ഹസനുൽ ബന്നെ സംവിധാനം ചെയ്ത കുന്നുമ്മൽ കുഞ്ഞാമിനെയും കൂറാവുക്കറും എന്നുള്ള ഒരു തമാശ. എനിക്ക് തന്നെ തമാശ മാത്രമല്ല, അതിന്റെ അവസാനമൊക്കെ എത്തുമ്പോ എല്ലാവർക്കും ഭയങ്കര ഒരു സങ്കടമൊക്കെ വരുന്ന രൂപത്തിലാണ് അതിൽ അവസാനം കൊണ്ടെത്തിയിട്ടുള്ളത്. അതിലൊരു ഹാജിയാരെ ഭാഗം ചെയ്തു. പിന്നീട് ഇനി ഇറങ്ങിയിട്ടില്ലാത്ത എന്റെ നാട്ടുകാരെ സലീം ചേറ്റുവ ചെയ്തിട്ടുള്ള
സെയിം ഒരു ഹാജിയാര വേഷം തന്നെയാണ്. പക്ഷെ അതൊരു രാഷ്ട്രീയ കഥയാണ്. യഥാർത്ഥ കോൺഗ്രസ്സുകാരും മാർക്സിസ്റ്റുകാരും കൂടിയുള്ള ആത്മബന്ധത്തിന്റെ ഒരു കഥ. അത് ശരിക്കും മാർക്സിസ്റ്റ് പാർട്ടി ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിനോട് കൂടെ വരുന്ന അതിലത്തെ പല ആശയങ്ങളും ഇസ്ലാമിന്റെ കാഴ്ചപ്പാടും കൂടിയിട്ട് കൂട്ടി യോജിപ്പിച്ചിട്ടുള്ള എങ്കിലും ഉദ്ദേശിക്കേണ്ടാത്ത ഒരു മുസ്ലിം ചെയ്ത സിനിമ ഒന്നല്ല. സംവിധായകൻ സെലീം ചേറ്റുവ മാർക്സിസ്റ്റുകാരനാണ്, നല്ല നിരീശ്വരവാദിയാണ്. അദ്ദേഹം ഇതായിട്ട് പഠിച്ചിട്ടുണ്ട്, നന്നായിട്ട് ഇസ്ലാമിനെ കുറിച്ചിട്ടൊക്കെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. ചെയ്തൊരു സംഭവം. പക്ഷെ അത് ഇറങ്ങിയിട്ടില്ല. പലരും അതിന്റെ പ്രിവ്യൂ ഒക്കെ കണ്ടിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ഇവിടെ ചെയ്തിട്ടുണ്ട് ഒരു സംഭവം. ഞങ്ങള് 86-87 ഞങ്ങൾ ഇവിടുത്തെ ഒരുവിധ എല്ലാ കലാകാരന്മാരും കൂടി താമസിച്ചില്ല എന്ന് പറഞ്ഞിട്ടൊരു വലിയൊരു ഇതുണ്ടായിരുന്നു. അവിടെ വെച്ചിട്ട് നമ്മുടെ AVM ഉണ്ണിക്കുണ്ടല്ലോ, ഉണ്ണിക്ക് ഒരൊറ്റ ക്യാമറ വെച്ചിട്ട് 2 വർഷത്തോളം എടുത്തിട്ട് വ്യാഴം വെള്ളി മാത്രമേ ഷൂട്ടിംഗ് ഉള്ളൂ. അത് പിന്നീട് റെക്കോർഡ് ചെയ്യാൻ സ്റ്റുഡിയോ ഒന്നുമില്ല. ഓൺ ദ സ്പോട്ടില് AC ഒക്കെ ഓഫ് ചെയ്തിട്ട് അത് ചെയ്യാണ്. പക്ഷെ അത് അന്നത്തെ അതിൽ വെച്ചിട്ട് ഒരൊറ്റ ക്യാമറ വെച്ചിട്ട് ചെയ്താൽ നിൽക്കണം. ഇപ്പൊ ചിലപ്പോ വില എടുത്തുമ്പോ അതിൽ ഒരുപാട് പലതും പറയാനുണ്ടാവുന്നത്. പക്ഷെ അന്നത്തെ സമയത്ത് അത് ചെയ്ത നല്ലൊരു കഥയായിരുന്നു. അത് ഇവിടെ ഉണ്ട്. ഇപ്പൊ അതിപ്പോ വീണ്ടും ഇറക്കണമെന്നൊക്കെ എല്ലാരും പറയുന്നുണ്ട്. അത് കാണാപ്പൊന്നെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വേറെ 1-2 സംഭവമൊക്കെ ചെയ്തിട്ടുണ്ട്. എടുത്ത് പറയാനുള്ള ടെലിഫിലിം എന്നൊക്കെ പറഞ്ഞ ഇതൊക്കെ തന്നെയാണ്. ഇപ്പൊ ഒരു ഓഫർ ഉണ്ട്, അടുത്ത ഡിസംബർ മുതൽ ചെയ്യണം. ഏതായാലും വളരെയധികം സന്തോഷമുണ്ട് ഇക്ബാൽക്കയുടെ ഒരു കലാജീവിതം. ഇക്ബാൽക്കിനെ എല്ലാവർക്കും അറിയാം. പക്ഷെ ഇക്ബാൽക്ക് കടന്നു വന്ന ഒരു വഴികൾ നമ്മുടെ റേഡിയോയിലൂടെ നമ്മുടെ ശ്രോതാക്കളുമായി പങ്കുവയ്ക്കാൻ ഈ ഒരു അവസരത്തിലൂടെ നമുക്ക് സാധിച്ചതിന് ഇനിയും നല്ല നല്ല കലാസൃഷ്ടികൾ, നല്ല നല്ല കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാൻ ഇക്ബാൽക്ക് സാധിക്കട്ടെ. കലാരംഗത്ത് ഇനിയും ഒരുപാട് അവസരങ്ങളും കിട്ടുന്ന അവസരങ്ങളൊക്കെ തന്മയത്തോടുകൂടി അവതരിപ്പിച്ച് ഇക്ബാൽക്കയുടെ കലാരംഗം മറ്റ് രംഗങ്ങളെ പോലെ തന്നെ വളരെ ഭാസുരമാവട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ ആശംസിക്കുകയാണ്. വോയിസ് ഓഫ് കേരള അഹ്ലൻ ദോഹ നമ്മുടെ ഒരു അഡ്വൈസറി ബോർഡ് മെമ്പറും കൂടിയാണ് ഇക്ബാൽക്ക. നമ്മളെ പലപ്പോഴും നമ്മുടെ പ്രോഗ്രാമുകളെ കുറിച്ചും നമ്മുടെ മീറ്റിംഗിലും അഭിപ്രായങ്ങളൊക്കെ വളരെ ശക്തമായിട്ട് തന്നെ രേഖപ്പെടുത്തുന്ന ഒരു വ്യക്തി കൂടിയാണ്. എന്താണ് ഇക്ബാൽക്കക്ക് നമ്മൾ ഈ ഒരു അഭിമുഖത്തിന്റെ അവസാനമായി നമ്മുടെ ശ്രോതാക്കളോട് പറയാനുള്ളത്? വളരെ സന്തോഷമുണ്ട് ഇങ്ങനൊരു അവസരം എനിക്ക് ഒരുക്കി തന്ന മുബാറക്കിനോടും അതുപോലെ തന്നെ 1152-ന്റെ എല്ലാ പ്രവർത്തകരോടും അകമഴിഞ്ഞ നന്ദിയുണ്ട്, കടപ്പാടുണ്ട്. കാരണം ഞാൻ പറയില്ല, 33 വർഷത്തിനിടയിൽ എനിക്ക് ഇങ്ങനൊരു ഇന്റർവ്യൂ കിട്ടുന്നത് ആദ്യമായിട്ടാണ്. ഒരുപക്ഷെ എന്നെ ഒഴിവാക്കുന്നതായിരിക്കുന്നല്ല, ഇങ്ങനെയൊക്കെ ഒരു ചാൻസ് ഇവിടെ ദോഹയിൽ ആദ്യമായിട്ട് ഇങ്ങനെ റേഡിയോ സ്റ്റേഷനും മറ്റൊക്കെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നൊരു സംഭവം ആദ്യമായിട്ട് വന്നത്. അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരോടും എനിക്ക് നന്ദിയുണ്ട്. പിന്നെ ശ്രോതാക്കളോട് എനിക്ക് പറയാനുള്ളത്, ഇവിടെ ഒരുപാട് നല്ല കഴിവുള്ള ഒരുപാട് കലാകാരന്മാരുണ്ട്. പല സംഘടനകളായിട്ട് പ്രവർത്തിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അവരൊക്കെ നല്ല കഴിവുള്ളവരാണ്. പ്രത്യേകിച്ച് ഇപ്പൊ വരുന്ന ഒരു യങ് ജനറേഷൻ ഉണ്ടല്ലോ, അവര് നല്ല കഴിവുള്ള ആളുകളാണ്. പല സംഘടനകളുണ്ട്. ഇപ്പൊ ആ സംഘടന ഒക്കെ പേര് പറഞ്ഞാൽ നമുക്ക് സമയമില്ല. ഏതായാലും അവർക്കൊക്കെ നല്ല, പണ്ടത്തെ ഞങ്ങളൊക്കെ ഉണ്ടായ കാലഘട്ടമല്ല, ഇപ്പൊ പ്രവർത്തിക്കാനും അതുപോലെ തന്നെ അവതരിപ്പിക്കാനും ഒക്കെ നല്ല സ്വതന്ത്രമായ അവസരങ്ങൾ. പണ്ടൊക്കെ ഞങ്ങളൊരു നാടകം ചെയ്യണമെങ്കിൽ അത് എന്താ പറയാ, ഇവിടെ സ്ക്രിപ്റ്റ് നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ട് അതിന്റെ പകുതി ഭാഗം കട്ട് ചെയ്തിട്ട് നമുക്ക് കിട്ടും. ഇന്നതൊന്നുമില്ല, ഇതത് നേരെ വന്നിട്ട് ചെയ്യണം. അതിനൊന്നും ഇവിടെ ഒരുപാട് ഇത് നമുക്ക് ഓപ്പണായിട്ട് കിട്ടിയിട്ടുണ്ട്. അത് മിസ്യൂസ് ചെയ്യാതെ നമ്മളെല്ലാവരും കൊണ്ടുപോകണം എന്ന് എനിക്ക് എല്ലാവരോടും പറയാനുള്ളൂ. ഒരിക്കൽ കൂടി എല്ലാവർക്കും എന്റെ മനസ്സിന്റെ അടിത്തട്ടിൽ നിന്നുള്ള എല്ലാ നന്ദിയും കടപ്പാടും ഞാൻ നേരുന്നു. ഓക്കെ, എല്ലാ ഭാവങ്ങളും നേരുകയാണ്. ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുകയാണ്. താങ്ക് യു വെരി മച്ച്. നന്ദി. Brought to you by Lifestyle Restaurant.